സോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിഡ്ജറ്റ് മാസ്റ്റർ. ഡെഡ്പൂൾ ആൻഡ് വോൾവറൈൻ കുറേ നാളിന് ശേഷമുള്ള ഒരു മാർവൽ സിനിമ തന്നെയാണ് ഡെഡ്പൂൾ ആൻഡ് വോൾവറൈൻ. എന്നിരുന്നാൽ പോലും ഈ സിനിമ ഒരുപാടധികം പ്രത്യേകതയുള്ള സിനിമ തന്നെയാണ്. തീർച്ചയായിട്ടും ഇത്രയും നാളത്തെ ആ ഒരു സമയത്തുള്ളിൽ തന്നെ ഈ ഒരു സിനിമയുടെ ഇമ്പോർട്ടൻസ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം ഓരോ ട്രെയിലറിലും ഓരോരോ കഥാപാത്രങ്ങൾ വരുന്നു. ഇവരെല്ലാവരും ഒരുതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയേണ്ടിയിരിക്കുന്നു ഒരിക്കലുമല്ല. ഇതെല്ലാവരും തന്നെ നമുക്ക് പരിചയമുള്ള വർഷങ്ങളോളം നമ്മൾ കണ്ട് ശീലിച്ച കഥാപാത്രങ്ങൾ തന്നെയാണ്. എന്നാൽ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് എല്ലാവരും ഒരുമിച്ച് വരുന്നു. സോ അതോടെ തന്നെ തീർച്ചയായിട്ടും ഡെഡ്പൂൾ ആൻഡ് വോൾവറൈൻ എന്ന സിനിമ കാണുന്നതിന് മുൻപായിട്ട് നമ്മൾ കുറേയേറെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ എന്തൊക്കെ തന്നെയാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇത്തരം വിഷയങ്ങളെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. സോ അതോടെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാൻ വരുമ്പോൾ നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ കാണുന്നെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വരക്കണം, എനേബിൾ ചെയ്യുക. ഞാനിപ്പോൾ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്താണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. തീർച്ചയായിട്ടും ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു സിനിമ കാണുന്നതിന് മുൻപ് അഥവാ ഡെഡ്പൂൾ ആൻഡ് വോൾവറൈൻ സിനിമ കാണുന്നതിന് മുൻപായിട്ട് നമ്മൾ കാണേണ്ടിയിരിക്കുന്ന ചില സിനിമകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും ആ ലിസ്റ്റിൽ ആദ്യമായിട്ട് വരുന്നത് ഡെഡ്പൂൾ 1 and 2 തന്നെയാണ്. എന്താണ് ഇത്ര പ്രത്യേകത ആ ഒരു സിനിമയ്ക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡെഡ്പൂളിൻ്റെ കഥ നമ്മളെ പരിചയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഡെഡ്പൂൾ എങ്ങനെയാണ് ഇത്തരത്തിലായി മാറിയത് എന്ന് നമ്മളെ കാണിക്കുന്ന സിനിമ തന്നെയാണ് 1 and 2. ഇത് മാത്രമല്ലാതെ ഈ 1 and 2 തന്നെയാണ് 3 ഒരു കഥ ആരംഭിക്കുന്നതും തൻ്റെ ഒരു ഫാമിലിക്ക് വേണ്ടി ഡെഡ്പൂൾ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നു. തീർച്ചയായിട്ടും ഈ ഒരു വഴിയിൽ തന്നെയാണ് TVA വന്ന് ഡെഡ്പൂളിന്റെ മുന്നിൽ വീഴുന്നതും. സോ അതോടെ തന്നെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ അല്ലെങ്കിൽ മാർവലിന്റെ മൾട്ടിവേഴ്സിലേക്കുള്ള ആ ഒരു ട്രാവൽ ഡെഡ്പൂൾ ഉപയോഗിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും TVA അതുകൊണ്ട് തന്നെയാണ് ഡെഡ്പൂളിനെ പിടിക്കാൻ വരുന്നതും. TVA വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കണ്ടിരിക്കേണ്ട മറ്റൊരു സീരീസ് ആണ് ലോക്കി സീസൺ 1 ഉം 2 ഉം. തീർച്ചയായിട്ടും കണ്ടിരുന്നാൽ മാത്രമേ എന്താണ് TVA എന്നും അല്ലെങ്കിൽ എന്താണ് വോയിഡ് എന്നും എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. കാരണം ലോക്കി റിട്ടേൺ ആകുന്നു എന്നുൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഈ ഒരു സിനിമയിൽ നടക്കുന്നുണ്ട്. സോ അതുപോലെ തന്നെ ലോക്കി ഇപ്പോൾ എവിടെയാണ് എന്നും ലോക്കിക്ക് ഇത്രമാത്രം പ്രാധാന്യം എന്താണ് മാർവലിന്റെ ഈ മൾട്ടിവേഴ്സിൽ ഇപ്പോൾ ഉള്ളത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ലോക്കി 1 and 2 കണ്ടാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ, പ്രത്യേകിച്ച് 2. സോ അതുപോലെ തന്നെ ആ ഒരു കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി മനസ്സിലാക്കേണ്ടത് എക്സ്മെൻസിനെ പറ്റി തന്നെയാണ്. തീർച്ചയായിട്ടും ലോഗൻ ഉണ്ട്, ഡെഡ്പൂൾ ഉണ്ട്. സോ അതോടെ തന്നെ എക്സ്മെൻസിനെ പറ്റി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കുറേയധികം കേമിയോസ്, ഒരുപാടധികം കേമിയോസ് ഈ ഒരു സിനിമയിലുണ്ട്. തീർച്ചയായിട്ടും ഈ കേമിയോസ് ഒക്കെ ആരാണ് അല്ലെങ്കിൽ എന്താണ് ഇവയൊക്കെ എങ്ങനെ ഇവിടെ വന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ സിനിമകൾ അല്ലെങ്കിൽ എക്സ്മെൻ യൂണിവേഴ്സ് മുഴുവനായിട്ടും മനസ്സിലാക്കിയാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. കാരണം ഈ ഒരു സിനിമ അല്ലെങ്കിൽ ഡെഡ്പൂൾ ആൻഡ് വോൾവറൈൻ തന്നെയാണ് മാർവലിനെയും ഇതോടെ എക്സ്മെൻ യൂണിവേഴ്സിനെയും പരസ്പരം കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സിനിമ. ഇതിന് മുൻപായിട്ട് കുറച്ച് റെഫറൻസ് അവിടെ എവിടെയായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ പോലും ഒരു പൂർണ്ണ രൂപം നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു സിനിമയിലൂടെ തന്നെയാണ്. എന്തിന് ഇതുവരെ ഒരു എക്സ്മെൻ ആയിട്ടുള്ള ഒരു സിനിമ പ്രോപ്പറായിട്ടും മാർവലിന്റെ രൂപത്തിൽ വരുന്നത് പോലും ഡെഡ്പൂൾ ആൻഡ് വോൾവറൈനിലൂടെ തന്നെയാണ്. സോ അതോടെ തന്നെ അത്തരം സിനിമകൾ വളരെയധികം ഇമ്പോർട്ടന്റ് തന്നെയാണ്. അറ്റ്ലീസ്റ്റ് അതിന്റെ ആ ഒരു ടൈം ലൈൻ എങ്കിലും കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതും അത്യാവശ്യം തന്നെയാണ്. കാരണം ലോഗൻ എന്നൊരു സിനിമ നമ്മൾ മുൻപേ തന്നെ കണ്ടിട്ടുള്ളതാണ്, അറിഞ്ഞിട്ടുള്ളതാണ്. ലോഗൻ അല്ലെങ്കിൽ വോൾവറൈൻ മരിച്ചതുമാണ്. സോ അതോടെ തന്നെ എങ്ങനെ തിരിച്ചു വന്നു അറിയണമെങ്കിൽ പോലും അതിനെപ്പറ്റി ഒരു ഐഡിയ നമുക്ക് നല്ലതായിട്ട് വരേണ്ടതുണ്ട്. കൃത്യമായിട്ടും ഇപ്പോൾ ഈ ഒരു സിനിമയെ പറ്റി നമുക്ക് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കൃത്യമായിട്ടൊന്ന് പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും ഒരു ഐഡിയ കിട്ടണമെങ്കിൽ നമ്മളത് കണ്ടിരുന്നാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. സോ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ സിനിമയ്ക്ക് വളരെയധികം പ്രത്യേകത തന്നെയുണ്ട്. ഒന്നിലധികം സിനിമകൾ കണ്ടാൽ മാത്രമേ എന്താണ് ഈ ഒരു സിനിമയിലൂടെ നടക്കാൻ പോകുന്ന പല കാര്യങ്ങളും നമുക്ക് കണക്ട് ആകൂ. പ്രോപ്പറായിട്ടും മൾട്ടിവേഴ്സിലെ ഒരു ഫസ്റ്റ് സിനിമ എന്ന രീതിയിൽ തന്നെ നമുക്ക് ഡെഡ്പൂൾ ആൻഡ് വോൾവറൈൻ എന്ന സിനിമയെ പറയാൻ സാധിക്കും. അത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായിട്ടും ഇത്രയും നാൾ മാർവൽ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരുന്നിട്ട് ശേഷം ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് വളരെയധികം പ്രത്യേകതയുള്ള സിനിമ തന്നെയാണ്. ഇത് മാത്രമല്ലാതെ ടൈം ട്രാവൽ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഈ ഒരു സിനിമയിൽ നടക്കുന്നുണ്ട്. ഇനി എന്ത് തരം ലോ അല്ലെങ്കിൽ എന്ത് തരം നിയമമാണ് ഈ ഒരു സിനിമയിൽ ടൈം ട്രാവലിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നത് എന്ന് പോലും നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നില്ല. കാരണം മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ടൈം ട്രാവൽ എന്നത് ഒരു പ്രത്യേക രീതിയിലാണ് അവർ കാണുന്നത്. എൻ ഗെയിം എന്ന സിനിമയിലൂടെ അല്ലെങ്കിൽ എൻ ഗെയിം കണ്ടിട്ടുള്ളവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സോ അതോടെ തന്നെ ആ ഒരു ടൈം ട്രാവൽ പാറ്റേൺ തന്നെയാണ് ഇതൊന്ന് മനസ്സിലാക്കണമെങ്കിൽ പോലും നമ്മൾ എൻ ഗെയിം ഉൾപ്പെടെയുള്ള സിനിമകൾ കാണേണ്ടതുണ്ട്. തീർച്ചയായിട്ടും എൻ ഗെയിം ഒട്ടുമിക്ക പേരും കണ്ടിട്ടുള്ളതുമായിരിക്കും. സോ അതോടെ തന്നെയാണ് പറയുന്നത് എൻ്റെ മാർവൽ സിനിമകൾ കണ്ടാൽ മാത്രമേ ഒരു ഏകദേശ ഐഡിയ നമുക്ക് ഈ ഒരു സിനിമയെ ലഭിക്കുകയുള്ളൂ. എന്നിരുന്നാൽ പോലും മുഴുവൻ കാണേണ്ട ആവശ്യവുമില്ല. ബേസിക് ആയിട്ടും എക്സ്മെൻസിന്റെ പ്രധാനപ്പെട്ട സിനിമകൾ അല്ലെങ്കിൽ വോൾവറൈനെയും ഡെഡ്പൂളിനെയും കണക്ട് ചെയ്യാൻ ഇമ്പോർട്ടന്റ് സിനിമകൾ നമ്മൾ കാണേണ്ടതുണ്ട്. 1 and 2 ഇമ്പോർട്ടന്റ് ആണ്. അതുകൂടാതെ ഫസ്റ്റ് ക്ലാസ്, ലോഗൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സിനിമകളും മനസ്സിലാക്കേണ്ടതുണ്ട്. കൃത്യമായിട്ടും കാണാൻ സാധിക്കില്ലെങ്കിൽ പോലും ഒരു ഏകദേശ ഐഡിയ കിട്ടിയിരുന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സിനിമയെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത് മാത്രമല്ലാതെ ഞാൻ മുൻപേ പറഞ്ഞതുപോലെ കുറേയധികം ഗെയിംസ് ഈ ഒരു സിനിമയിൽ വരുന്നുണ്ട്. അതിന് എന്തൊക്കെയായിരിക്കും അല്ലെങ്കിൽ അത് എങ്ങനെയായിരിക്കും MCUമായിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നതെന്നെല്ലാം തീർച്ചയായിട്ടും കണ്ടറിഞ്ഞാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. ഇത് മാത്രമല്ലാതെ ഡോക്ടർ സ്ട്രേഞ്ചുമായി ബന്ധപ്പെട്ട പല റെഫറൻസുകളും ഓൾറെഡി നമ്മൾ ട്രെയിലറിലൂടെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. സോ അതോടെ തന്നെ ആ ഒരു രീതിയിൽ എന്ത് കണക്ഷനാണ് മാർവൽ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നതെന്നും ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞ ഒരു അവ്യല് വരവത്തിലുള്ള സിനിമ തന്നെയാണ് ഡെഡ്പൂൾ ആൻഡ് വോൾവറൈൻ. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ മുൻപേ തന്നെ പറഞ്ഞത് ഒരു പ്രോപ്പർ മൾട്ടിവേഴ്സൽ സിനിമ അല്ലെങ്കിൽ മാർവലിന്റെ ഒരു
മൾട്ടിവേഴ്സൽ സിനിമ തന്നെയായിരിക്കും ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ. മാർവലിന് വളരെയധികം എക്സ്പെക്ടേഷൻ ഉള്ള ഒരു സിനിമ, അല്ലെങ്കിൽ മാർവലിനെ തിരിച്ച് ആ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ കെൽപ്പുള്ള ഒരു സിനിമ എന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമയെ ഇപ്പോൾ പ്ലേസ് ചെയ്യുന്നത് പോലും. എന്തെന്നാൽ പോലും ഇപ്പോൾ മാർവലിന്റെ സിനിമകൾക്ക് വലിയ പ്രതീക്ഷ ആരാധകർ നൽകുന്നില്ല. എൻ ഗെയിമിന് ശേഷമുള്ള ആ ഒരു ക്ഷീണം തന്നെ, അല്ലെങ്കിൽ എൻ ഗെയിമിന് ശേഷമുള്ള മാർവലിന്റെ ആ ഒരു തകർച്ച തന്നെയാണ് പ്രേക്ഷകരെ ഇങ്ങനെ മാറി നിർത്താൻ അല്ലെങ്കിൽ മാറ്റി നിർത്താൻ പ്രേരിപ്പിക്കുന്നതും. സോ എന്തൊക്കെ നേരം മാർവലിനെ തിരിച്ചു കൊണ്ടുവരാൻ പോകുന്ന ഒരു സിനിമ എന്ന രീതിയിൽ തന്നെ നമുക്കിതിനെ കാണാൻ സാധിക്കും. അത് മാത്രമല്ലാതെ എന്തായിരിക്കും മാർവലിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് മനസ്സിലാക്കാനും നമുക്ക് ഈ ഒരു സിനിമയിലൂടെ സാധിച്ചേക്കാം. കാരണം കാങ് ദ കോൺഗർ എന്ന കഥാപാത്രം ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും കൃത്യമായിട്ടും അറിയില്ല. ചുരുക്കി പറഞ്ഞാൽ മാർവൽ എന്ന ആ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ് ആരാധകർക്കുള്ളത്. വലിയ കാര്യങ്ങളോ അല്ലെങ്കിൽ വലിയ വാർത്തകളോ ഒന്നും തന്നെ ലഭ്യമല്ല. സോ എന്തൊക്കെ തന്നെയാലും കാത്തിരിക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും ഈ വീഡിയോ കമന്റ് ബോക്സിൽ പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻ തിയറീസും പ്ലോട്ട്സും വീഡിയോ കമന്റ് ബോക്സിൽ പെടുത്താം. ഇനി ഒരു എപ്പിസോഡ് നമുക്ക് ഡീറ്റെയിൽ ക്ലിയർ ആയിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രതീക്ഷയോടെ എൻ്റെ വരമൽ യു വാച്ചിങ് വിഡ്ജറ്റ് മാസ്റ്റർ.